മക്കളെ, നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ മോഡലും കൂടെ നോക്കാം. നേരത്തെ നമ്മൾ ഒന്ന് നോക്കി, ഇനി ഒന്നും കൂടെ നോക്കാം. നിങ്ങൾക്കൊരു 2-3 ക്വസ്റ്റ്യൻ മോഡൽ നോക്കി അത് ചെയ്ത് നോക്കി എക്സാമിന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരെ സഹായമില്ലാതെ നിങ്ങൾക്ക് സ്വയം തന്നെ എഴുതി നല്ല സംതൃപ്തിയോട് കൂടി തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും എന്ന പ്രതീക്ഷയോടെ തന്നെ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങിപ്പോരാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഒന്നാമത്തെ ചോദ്യം, ഈ കവിത വായിച്ചിട്ട് താഴെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ മലയാളത്തിലാണ് തന്നതെന്ന് മാത്രം. അതായത് നേരത്തെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ആ ക്വസ്റ്റ്യനിൽ എന്തുണ്ടായിരുന്നു? കവിത ഉണ്ടായിരുന്നു, കവിതേന്റെ താഴെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് നമ്മൾ ചെയ്തതാണ് അല്ലേ? ഇതും അതുപോലെ തന്നെ ഒരു കവിതയാണ്, കവിതേന്റെ താഴെ ക്വസ്റ്റ്യൻ ഉണ്ട്. കവിത സേ ദോ രംഗോം കാ നാം ചുൻകർ ലിഖീം. ഈ കവിതയിൽ 2 നിറത്തിന്റെ പേരുണ്ട്. ആ 2 നിറത്തിന്റെ പേര് കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറയണത്. ഈ 4 വരിയിൽ എവിടെയോ ഉണ്ട് എന്ത്? നിറത്തിന്റെ പേര്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? തിരഞ്ഞെടുത്ത് എഴുതണം. അപ്പൊ ഓരോ വരിയായിട്ട് ഇങ്ങനെ നോക്കുക, നിറത്തിന്റെ പേരുണ്ടോ ഉണ്ടോ നോക്കുക. ആ ലാസ്റ്റ് വരിയിലെത്തുമ്പോൾ ഉണ്ട് അല്ലേ? ലാസ്റ്റ് വരിയിൽ എന്താണ്? ഭൂരി. ഭൂരി ദാടി കാലി മൂഞ്ച്. കാലി കറുപ്പ്, ഭൂരി ബ്രൗൺ. കണ്ട 2 കളർ കിട്ടിയില്ലേ? അപ്പൊ 2 കളറിന്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ? ഭൂരി, കാലി. ഇനി അടുത്തത് നോക്കാം. പിള്ളാക്കി ടങ്കേം കൈസി തീ. പിള്ള, പിള്ളയുടെ അതായത് പട്ടിക്കുഞ്ഞിന്റെ കാലുകൾ, ടങ്കേം പറഞ്ഞ കാലുകൾ, കാലുകൾ എങ്ങനെയായിരുന്നു? ഇതിൽ പറയണത് ചോട്ടി ടങ്കേം ചെറിയ കാലുകൾ. എന്താണ്? ചോട്ടി ടങ്കേം ചെറിയ കാലുകൾ. അപ്പൊ ചോട്ടി, ആൻസർ എന്താണ്? ചോട്ടി. അടുത്ത നോക്കാം. കിസ്കെ ബദൻ പേ അനേക് രുയേ ഹേ. രുയേ പറഞ്ഞ രോമം, ബദൻ ശരീരം, കിസ്കെ ആരുടെ, ആരുടെ ശരീരത്തിലാണ് അനേകം രോമങ്ങളുള്ളത്? അതും നമുക്കിവിടെ നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. ബദൻ പേ ഉസ്കെ രുയേം അനേക് നീനോ കാദ പിള്ളായേക്. നീനുവിനുണ്ടായിരുന്നു ഒരു പട്ടിക്കുഞ്ഞ്, അതിന്റെ ശരീരം മുഴുവൻ രോമങ്ങളായിരുന്നു എന്നാണ് പറഞ്ഞല്ലേ. അപ്പൊ ആരുടെയാണ്? പിള്ളാക്കേ, പിള്ളാക്കേ. പിള്ളാക്കി മൂഞ്ച് കോൻസാ റിംഗ് ഹേ. പിള്ളാക്കി മൂഞ്ച് എങ്ങനത്തെ നിറമാണെന്നാ പറഞ്ഞത്? മീശ, കാലി. കാല പറഞ്ഞതാണ് കറുപ്പ്. കാലി, നിങ്ങളെ കവിതയിൽ കാലി എന്നുണ്ട്, അതന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ. കവിതാക്കോ ഏക് ശീർഷക് ദേം. ഈ കവിതയ്ക്ക് എന്ത് നൽകണം? ഒരു പേര് നൽകണം. നിങ്ങളോട് ഈ കവിതയ്ക്ക് ഒരു പേര് നൽകാനാണ് പറഞ്ഞത്. എന്ത് പേരാ കൊടുക്കുക? പിള്ള എന്ന് കൊടുക്ക അല്ലേ? പിള്ള. അത് നമ്മൾ പഠിച്ചതാണ്, കവിതയ്ക്ക് പിള്ള എന്നുള്ള പേര് അല്ലേ? അപ്പൊ അത് വേണ്ട. നമ്മൾ പഠിച്ച ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച തന്നെ കൊടുക്കാൻ പാടില്ല, വേറെ കൊടുക്കണം. അപ്പൊ എന്താ എടുക്കുക? നീതുക്ക പിള്ള. നീതുവിന്റെ പിള്ള. ചോട്ടി ടങ്കേം വാല പിള്ള. അതൊക്കെ കുറച്ച് വലുതാവും, അതൊക്കെ നമുക്ക് പ്രയാസമാവും എഴുതാൻ. ചോട്ടി ടങ്കേം വാല പിള്ള എന്ന് എഴുതാം, അല്ലെങ്കിൽ ചോട്ടി ടങ്കേ എന്ന് എഴുതാം, ഭൂരി ദാടി എന്ന് എഴുതാം. ഓക്കെ. ഇനി അടുത്തത് നോക്കാം. നദിമേ, നദിയിൽ എന്താ ഉള്ളത്? മച്ചലി. നദിയില്, വെള്ളത്തില്. ലടുക്കി പെൺകുട്ടി നദിയിലെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുവോ? ഇല്ല. പിള്ള ഇല്ല. മച്ചലിയാണ് വെള്ളത്തിലുണ്ടാവുക അല്ലേ? മച്ചലി. അടുത്തത് ചിടിയ. വീട്ടിലാണോ മരത്തിലാണോ നദിയിലാണോ? മരത്തില് അല്ലേ? പേട്. പൗതേമേം ചെടിയില്. ആൺകുട്ടി. മച്ചലി ഫൂൽ. ചെടിയില് ആൺകുട്ടിയാണോ ഉണ്ടാവുന്നത്? മച്ചലിയാണോ ഉണ്ടാകുന്നത്? ഫൂലാണോ ഉണ്ടാകുന്നത്? ഫൂൽ അല്ലേ? അടുത്ത നോക്കാം. ഗർക്കെ അന്തർ. മച്ചലി ചിടിയാ ലടുക്ക. വീട്ടിനുള്ളിൽ ആരാണ്? നമ്മൾ പാഠത്തിൽ പഠിച്ചു, വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നത് ആരായിരുന്നു? ലടുക്ക അല്ലേ? ഗർക്കെ ബാഹർ. വീടിന് പുറത്ത് ആരായിരുന്നു? കുത്ത. ഗർക്കെ ബാഹർ കുത്ത. ഇനി അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനമാണ്. മൂന്നാമത്തെ പ്രവർത്തനം ഫൂൽ, മച്ചലി, കച്ചുവ, കൗവ, പൗത. അത്രയും തന്നിട്ടുണ്ട്. അതിനെ ഫില്ല് ചെയ്യാനാണ്. ബൂര, ലാൽ, കാല, ഹര, പീല. ഈ 5 കളറിന്റെ പേരാണ് അല്ലേ? ബൂര ബ്രൗൺ, ലാൽ റെഡ്, കാല ബ്ലാക്ക്, ഹര ഗ്രീൻ, പീല യെല്ലോ അല്ലേ? ഇതൊക്കെ കളറിന്റെ പേരാണ് തന്നത്.
അപ്പൊ നമുക്ക് ആ കളറിന്റെ പേര് തന്നെ ഇവിടെ യോജിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. ഫൂൽ, മച്ചലി, കച്ചുവ, കൗവ, പൗത. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഫൂൽ എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറും. കാരണം ഫൂൽ എന്ന് പറഞ്ഞാൽ പീലുണ്ട്, മഞ്ഞപ്പൂവുണ്ട് അല്ലേ? മഞ്ഞപ്പൂവുണ്ട്, ലാല് ചുവപ്പ് പൂവുണ്ട്. മഞ്ഞപ്പൂവും ചുവപ്പ് പൂവൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് മാറിപ്പോവും. നമ്മൾ ഏതെങ്കിലും ഒന്നിനായിട്ട് കൊടുക്കും. ഫൂല് പറയുമ്പോ ലാൽ, ചുവപ്പ്. അപ്പൊ എന്ത് ചെയ്യാം? ആദ്യം തന്നെ നമ്മള് കിട്ടാത്ത, നമുക്ക് ഫൂല് പറയുമ്പോ സംശയമുള്ള അവിടെ വെക്കാം. പിന്നെ മച്ചലി, കച്ചുവ, കൗവ, പൗത. അപ്പൊ കൗവ എന്ന് പറയുമ്പോ കാക്കയ്ക്ക് എപ്പോഴും എന്ത് നിറം തന്നെ ഉണ്ടാവുള്ളൂ? കൗവ പറഞ്ഞ കാക്കയാണ്. കാക്കേന്റെ നിറം എന്താ? നിറം മാറൂല, ആ ഒരേ ഒരു നിറം തന്നെ ഉണ്ടാവുക. എന്താ നിറം ഉണ്ടാവുക? കാല അല്ലെ? അപ്പൊ നമ്മൾ കാക്കയ്ക്ക് കാല എഴുതി. പിന്നെ പൗത, ചെടിയുടെ നിറം എന്താണ്? പച്ച തന്നെയാണ്, പച്ച, ഹര, പൗത ഹര. അപ്പൊ അത് രണ്ടും നമ്മൾ എഴുതി മാറ്റി. പിന്നെ നമുക്ക് ബൂര, ലാൽ, പീല ആണുള്ളത്. അതിന് വേണ്ടത് ഇവിടെ ഫൂലുണ്ട്, മച്ചലി ഉണ്ട്, കച്ചുവ ഉണ്ട് അല്ലേ? അപ്പൊ ഫൂല്, മച്ചലി മഞ്ഞ, ഫൂൽ എന്താണ്? ലാൽ. ഇവിടെ ഞാൻ കൊടുത്തത് ഫൂല് പീല, മച്ചലി ലാൽ. ചുവന്ന മീനുകളൊക്കെ കണ്ടില്ലേ? മച്ചലി ലാൽ. കച്ചുവ ബൂര. കച്ചുവയ്ക്ക് ഇങ്ങനത്തെ ഒരു കളറാണ് ഉണ്ടാവുക അല്ലേ? കച്ചുവ ആമയ്ക്ക്. ലാൽ ഉണ്ടാവൂല, ലാൽ കളർ ഉണ്ടാവൂല കച്ചുവയ്ക്ക്. പിന്നെ കച്ചുവേന്റെ കളർ നമ്മൾ പീല. അപ്പൊ കച്ചുവയ്ക്ക് പറ്റിയ കളർ ഏതാണ്? ബൂര അല്ലേ? ബൂര. ഫൂല് പീല, മച്ചലി ലാൽ. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. मैं नीदू हूँ, नीदू का कुत्ता है टॉमी, टॉमी चाय के साथ बिस्किट खाता था, वह पंखे के नीचे सोता था, ടോമി നീതു के साथ खेलता था. കുത്തേ കാ നാം ക്യാ ഹേ? ഇതിലൊരു നായയുടെ പേര് പറയുന്നുണ്ട്. എന്താണ്? നീതുവിന് ഒരു കുത്തയുണ്ടായിരുന്നു. ആ കുത്തയുടെ പേരെന്താണ്? ടോമി അല്ലേ? അപ്പൊ എന്താണ് ഇവിടെ പേര്? ടോമി. ടോമി കഹാ സോത്താ താ? ടോമി പങ്കേ കെ നീച്ചെ സോത്താ താ. ഉണ്ടാ? വഹ് പങ്കേ കെ നീച്ചെ സോത്താ താ. അപ്പൊ ടോമി എവിടെയാ ഉറങ്ങിയിരുന്നത്? പങ്കേ കെ നീച്ചെ. ചായ് കെ സാത്ത് ടോമി ക്യാ ഗാത്താ താ? ചായ് കെ സാത്ത് ബിസ്കിറ്റ് അല്ലേ? ബിസ്കിറ്റ് എന്ന് എഴുതാം. അടുത്തത് ടോമി के साथ खेलता था. ടോമി ചായ് കെ സാത്ത്, ബിസ്ക്കറ്റ് കെ സാത്ത്, നീതു കെ സാത്ത്. ഏതാണ് ശരി? ടോമി നീതു കെ സാത്ത് കേൾത്താ താ. ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതാനാണ് അടുത്തത്. മേൻ ടോമി ഹേ, മേൻ ടോമി ഹോ, മേൻ ടോമി ഹും. അതായത് മേം എന്ന് വരുമ്പോൾ ഹും എന്നാണ് സെന്റൻസിന്റെ ലാസ്റ്റ് വരുന്നത്. മേം കർത്താവായിട്ട് വരുമ്പോ എന്താണ്? ഹും ആണ് വരുന്നത്. സെന്റൻസിലെ ഫസ്റ്റ് മേം എന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ എന്തായിരിക്കും? ഹും എന്നായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. കണ്ടോ? മേം വരുമ്പോ ലാസ്റ്റ് എന്ത് വരും? ഹും എന്ന് വരും. അങ്ങനെയുള്ള സെന്റൻസ് ആണ് ശരിയായിട്ടുള്ളത്. അതെടുത്ത് എഴുതുക. മേൻ ടോമി ഹും. ഇതാണ് ഇവിടെ ശരി. ഓക്കെ, ഇനി അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം. ഇത് എണ്ണം നമ്മൾ പഠിച്ചല്ലോ. 1 2 3 4 5 വരെ പഠിച്ച്. 1 2 3 4 5 വരെ പഠിച്ചില്ലേ? അത് തന്നെയാണ് ഇവിടേക്ക് എഴുതാനുള്ളത് കേട്ടോ. 4 4 4 2 2 3 3 1 1 5 5 അല്ലേ? അപ്പൊ അങ്ങനെയാണ് എഴുതേണ്ടത്. മലയാളത്തിലല്ല ചോദിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഹിന്ദിയിൽ തന്നെയാണ് ചോദിക്കുന്നത് കേട്ടോ. 4 മീനുകൾ എങ്ങനെ പറയും? 4 മച്ചിലിയാം. 2 പൂക്കൾ, 2 ഫൂൽ. അതായത് 3 കച്ചുവേ, 1 ബന്ദർ. ബാദർ എന്നാണ് ഇവിടെ വന്നത്, ബന്ദർ എന്നാണ് കേട്ടോ. ഇവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണത്. ഇനി അടുത്ത നോക്കാം. ബഗുള. ബഗുള പറഞ്ഞ അറിയില്ലേ? കൊക്ക്. ബഗുളെ കൊക്കുകൾ. ഇനി ആറാമത്തെ പ്രവർത്തനം ശരിയായ അക്ഷരങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായിട്ടുള്ള അക്ഷരം തിരഞ്ഞെടുത്ത് എഴുതുക. കിതാബ്, പസന്ത്, സുബഹ്, ദുലാരെ, രണ്ടി. അപ്പോ ഇത്രയാണ് നിങ്ങൾക്ക്
പഠിക്കാനുള്ളത് ഈ ക്വസ്റ്റ്യനിൽ എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ക്വസ്റ്റ്യൻ ഇവിടെ രണ്ട് മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ കുട്ടികളും ക്വസ്റ്റ്യൻ രണ്ടും കണ്ട് പഠിക്കുക. ക്ലാസ്സുകളുണ്ട്, ഒക്കെ നോക്കി പഠിക്കുക. ഓക്കെ, എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ട് വിജയിക്കുക.